നമസ്കാരം. ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് ഈയൊരു മാസത്തിൽ നിങ്ങൾക്ക് കുടുംബത്തിനുള്ളിൽ തന്നെ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും എല്ലാം ഒരു സഹായം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് കുടുംബത്തിനകത്ത് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലവുകൾ വരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ തന്നെ സഹായിക്കുകയും അതിൽ നിന്ന് നേട്ടം കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. അനാവശ്യ ചിലവുകൾ കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ചിലവുകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിലും ചിലവുകൾ നിയന്ത്രിക്കുവാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. ധനം വരുന്നതിനേക്കാളും കൂടുതൽ ചിലവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലവിൻ്റെ കാര്യത്തിലെല്ലാം ഒരു പ്ലാനിങ് ഉണ്ടാകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ഈ ഒരു മാസക്കാലയളവ് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യപരമായ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള ചെക്കപ്പുകൾ ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും മെഡിസിൻ കഴിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ രീതിയിലിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ പോകുവാൻ സാധ്യത വളരെ കൂടിയ ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു മാസക്കാലഘട്ടം. അപ്പോൾ നിങ്ങൾ അതിന് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതിന് ചെയ്യേണ്ട അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരിക്കലും മാറ്റി വയ്ക്കരുത്. ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. നല്ല രീതിയിലൊരു ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടെല്ലാം സന്തോഷപരമായ രീതിയിൽ മുന്നേറുവാനും ജീവിതത്തിൽ വിജയിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. രക്ഷകർത്താക്കൾ അതിനെല്ലാം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. പഠിക്കുവാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാലയളവിൽ ഉണ്ടാകും എന്നുണ്ടെങ്കിലും അവസാന പരീക്ഷയിൽ ഈ ഒരു മാസത്തിൻ്റെ പകുതിക്ക് ശേഷം നല്ലൊരു മാർക്കോട് കൂടി വിജയിക്കുവാനെല്ലാം സാധിക്കുന്ന വ്യക്തികളാണ്. മടി ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. മടി, അലസത, എന്ത് കാര്യങ്ങളും മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ നാളെ ചെയ്യാമെന്ന് പറയുന്നൊരവസ്ഥയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഒന്ന് മാറ്റിവെച്ച് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും.